ഹായ് ഫ്രണ്ട്സ്, ഞാൻ സജി ശ്രീനന്ദനം. നമ്മൾ ഒരു 25 ദിവസം മുന്നേ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ചെടിയാണിത്. അത് പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ശരിക്കും വീഡിയോയിൽ കാണാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയതാണ്. മറ്റൊരു 15 ദിവസം കൊണ്ടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത്രയും ലീഫ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ കുറേ ചെടി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അന്ന് ചെയ്തതാണ്. അതിൻ്റെയൊക്കെ ഈ പേപ്പർ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ കാണിക്കാൻ വേണ്ടി പേപ്പർ വെച്ചതാണ്. ഇതിപ്പോൾ ഇത് ഒഴിവാക്കാൻ പോവാ, ഇത് റിമൂവ് ചെയ്യാൻ പോവാ. പേപ്പറേ ചെയ്യണേ. ഇത് ചെറിയൊരു ചെടിയാണ്, കോഡക്സ് ഒന്നും അധികം വലുപ്പമില്ലാത്ത. അപ്പോൾ അത് പിടിക്കൂലെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ വിജയിച്ചിട്ടുണ്ട്. ഇത് ഒരു വിരൽ വണ്ണുള്ള ചെടിയൊക്കെയാണ് ശരിക്കും വേണ്ടിയത് ഗ്രാഫ്റ്റ് ചെയ്യാനേ. അപ്പോൾ ഇത് നമ്മളെ റൂട്ട് സ്റ്റോക്കും സയോണും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു സൈസിലെ. അപ്പോൾ സയോൺ ചെറിയൊരു പീസായിരുന്നു. അപ്പോൾ എന്നാലും അത് വിജയിച്ചു എന്നുള്ളതാണ്. ഇതിന് മേലോട്ട് വലിക്കാൻ പറ്റില്ല. ഇത് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ വലിക്കായിരുന്നു. ഇപ്പം പോയാൽ എൻ്റെ ചെടി പോകും. അപ്പോൾ അത് കട്ട് ചെയ്ത് നോക്കണം. ചെടി പോയി ഒഴിവായിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് വെക്കാവുന്നതാണ്. ഇതുവരെ ഷെയ്ഡിലേന് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ അതേ ടൈമിൽ ഗ്രാഫ്റ്റ് ചെയ്ത പീസാണ്. ഇത്രയും വളർച്ച എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല ചെടിയാണ്, കോഡക്സ് വലിപ്പമുള്ള ചെടിയാണ്. ഈ സയോൺ പീസും വലിയ പീസായിരുന്നു. അതുകൊണ്ട് ഇത്രയും വളർച്ച എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇതിലേക്ക് കിടക്കുകയാണ്. ഇതിലൊരു സംഭവം എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാനിത് ഈ ചെടി വാങ്ങിച്ചിരുന്നു. അതായത് ഈ റൂട്ട് സ്റ്റോക്ക് പറഞ്ഞാൽ ഇത്ര ഹൈറ്റിലുള്ളൊരു ചെടിയായിരുന്നു. അപ്പോൾ അത് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള സമയമായപ്പോൾ എനിക്ക് ഈ ഗ്രാഫ്റ്റിംഗ് പീസ് പുറത്തുനിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അത് ചെയ്തു പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്ത 3 ചെടികൾ എനിക്ക് നഷ്ടപ്പെടാനുള്ളൊരു കാരണം ഞാൻ മനസ്സിലാക്കിയത്, ഈ ചെടി വാങ്ങിക്കുന്ന സമയത്ത് ഇതിൽ ചകിരി കമ്പോസ്റ്റ് ആണെന്നാണ് സംശയം. ചകിരിച്ചോറും പിന്നെ മിക്സിങ് ആയിരുന്നു. അത് അങ്ങനെ തന്നെ വെച്ച് ഞാൻ പോട്ട് ചെയ്തു. അപ്പോൾ അതിൽ ഈർപ്പം കൂടുതൽ നിന്നുകൊണ്ട് എനിക്ക് നഷ്ടമായി. ഇത് ഞാൻ അതിന് ശേഷം ഗ്രാഫ്റ്റ് പിടിച്ചതിന് ശേഷം ആ അടിയിലുള്ള ഈ കോഡക്സ് എടുത്തിട്ട് കഴുകി ഇപ്പം മണലിൽ വെച്ചതാണ്. പിടിക്കുന്നു പിടിക്കുന്നല്ല, ഇപ്പം പിടിച്ച സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാനും ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കട്ടിങ് പീസ്, ഇതേപോലെയുള്ള ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ കട്ടിങ് പീസ്, ഞാൻ വിഷയം മാറി വരുന്നുണ്ട് കേട്ടോ. അടിയനത്തെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുന്നുള്ളൂ. ഈ കട്ടിങ് പീസ് മഴക്കാലത്ത് മണ്ണിൽ നട്ടാൽ മുളയ്ക്കാൻ പ്രയാസമാണ്, പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ ഇത് ഈ മെയ് മാസത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട്, അത് ഫുള്ള് മണ്ണിൽ ഇറക്കാണ്ട് ഇങ്ങനെ ഒരു മണ്ണിൽ വെച്ചിട്ട് വേര് വേര് കണ്ടോ, ഈ വേര്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ എടുത്താൽ അത് റിമൂവ് ചെയ്യണം. ഇത് കട്ട് ചെയ്തെടുക്കണം. ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത് നേരിട്ട് വലിച്ചാൽ വേര് പോകും. അപ്പോൾ ഇങ്ങനെ വേര് പിടിപ്പിക്കാം. മഴക്കാലത്ത് വേര് പിടിക്കാൻ ഭയങ്കര, അഥവാ മഴക്കാലത്ത് കിട്ടുകയാണെങ്കിലും ഷെയ്ഡിൽ UV ഷീറ്റുമായിട്ടൊരു ഷീറ്റ് ഉണ്ടാവും, വൈറ്റ് ഷീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് വേര് പിടിപ്പിക്കാം. ഗ്രാഫ്റ്റിംഗ് ചെയ്തതൊക്കെ വേറെ വീഡിയോയിലുണ്ട്. ഈ വീഡിയോൻ്റെ താഴെ ലിങ്കിൽ എടുത്തിട്ട് കയറിയാൽ കിട്ടും. എല്ലാവരും കാണുക. ഒരുപാട് ആൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ആളുകൾ മടിക്കുന്നുണ്ട്. ദയവായി ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യുക. അടിയനത്തിൻ്റെ ഒരുപാട് സാധനങ്ങൾ പിന്നീട് വരുന്നതാണ്. സംശയങ്ങളൊക്കെ ചോദിക്കുക. ഒരാൾ ചോദിച്ചാൽ മറുപടി സുഖമായിട്ട് പറയാമല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ വരണം ആണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.